അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് സമസ്തയുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, അത് കറാമത്തായി പറഞ്ഞതായാലും അദ്ദേഹത്തിന്റെ മഹത്വമായി പറഞ്ഞതായാലും അതിനൊന്നും കയ്യും കണക്കുമില്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാം. എന്തൊക്കെ ഇനി പറയാൻ ബാക്കിയുണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനു മാത്രം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു വീര്യം അല്ലെങ്കിൽ ഈ ഒരു പവറൊക്കെ നേടിയെടുത്തതിനെ കുറിച്ച് UK മജീദ് മുസ്ലിയാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പുലി മൊയ്തീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉസ്താദ്, അദ്ദേഹം ചുരുട്ടൊക്കെ വലിക്കുന്ന ആളാണ് എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ആ ഉസ്താദ് ഒരു കോളാമ്പിയിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ ഇല്ലെങ്കിൽ ഒരു തളികയിൽ അദ്ദേഹം ചുരുട്ട് വലിച്ചു തുപ്പിയതും കാർക്കിച്ചു തുപ്പിയതും മൂക്ക് ചീന്തി ഇട്ടതും ഒക്കെ ആയിട്ടുള്ള കഫവും വെള്ളവും ഒക്കെയുള്ള വലിയൊരു തളിക, അത് CM മടവൂര് നമ്മുടെ ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരോട് അത് വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതെടുത്ത് കുടിച്ചു എന്നും 15 ദിവസത്തോളം ബോധമില്ലാതെയായി എന്നും 8 ദിവസം എന്ന് മറ്റൊരു റിവായത്തുണ്ട്. അങ്ങനെ ബോധമില്ലാതാകുകയും പിന്നെ അതിന്റെ ആ ഒരു 8 ദിവസം കഴിഞ്ഞില്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പുലിമൊയ്തീൻ ഒരു പാലിൽ തുപ്പിയിട്ട് കൊടുക്കുകയും അത് കുടിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന പവറൊക്കെ നേടിയെടുത്തത് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ അത് കാണിച്ചതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇപ്പോൾ ഒരു മുസ്ലിയാരുടെ സംസാരം കേൾക്കാനിടയിൽ അദ്ദേഹം അതിൽ പറയുന്നത്, ഒരു മനുഷ്യൻ വലിയാണ് എന്ന് പറയണമെങ്കിൽ അതിന് കൃത്യമായ ചില കാര്യങ്ങളൊക്കെ വേണം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വിഷയം, കൃത്യമായി ഫർളുകളെല്ലാം തന്നെ നിർവഹിക്കുന്ന വ്യക്തിയായിരിക്കണം. ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാം. അദ്ദേഹം നിസ്കരിക്കാറില്ല, നോമ്പ് നോക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട് മുജാഹിദുകളോ ജമാഅത്തെ ഇസ്ലാമിക്കാരോ അതല്ലെങ്കിൽ സമസ്തയിൽ അല്ലാത്ത, സമസ്തക്ക് പുറത്തുള്ള ആരെങ്കിലും പറഞ്ഞതല്ല, സമസ്തയിലുള്ള ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ ഔലിയാണെന്നൊക്കെ പറയുന്ന, അദ്ദേഹം വലിയ വലിയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ പറഞ്ഞതാണ് അദ്ദേഹം നിസ്കരിക്കാറില്ല എന്നും അദ്ദേഹം നോമ്പ് നോക്കാറില്ല എന്നും നോമ്പ് നോറ്റവരെ കൊണ്ട് മുറിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ. ഇരിക്കട്ടെ, നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ CM മടവൂരിന്റെ പവറായിക്കൊണ്ട് അദ്ദേഹം നേടിയെടുത്തു. UK മജീദ് മുസ്ലിയാർ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് അള്ളാഹുമായി അടുത്ത് ആ ഒരു റഹ്മാനിയത്ത് നേടിയെടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും കേൾക്കും. എന്നിട്ട് അദ്ദേഹം പാടിയത് ഓർമ്മയില്ല നമുക്ക്, വല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാൻ എന്നോവർ എന്നൊക്കെ പാടിക്കൊണ്ട് ആ ഒരു പവർ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ UK മജീദ് മുസ്ലിയാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ AP സമസ്തയുടെ പണ്ഡിതന്മാരാണ്. ഈ ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഇവർ എന്തൊക്കെയാ പറഞ്ഞത്? അന മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞിട്ടുണ്ട്, അന കുത്തുബുൽ ആലം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അനല്ലാ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഒരു പാട്ടും ഇറങ്ങിയല്ലോ, പടച്ചോനാരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതെ അതെ, മടവൂരാണ് നമ്മുടെ പടച്ചോൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാട്ടൊക്കെ വന്നല്ലോ. നമുക്ക് ഈ പറയുന്ന ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ നേടിയെടുത്ത ആ പവർ, അത് ഇവരുടെ മുസ്ലിയാക്കന്മാർ തന്നെ എഴുതി വെച്ച CM സ്മരണികയിൽ കൃത്യമായി ഉണ്ട്. അത് വായിക്കുന്നതോടെ നമ്മുടെ മുസ്ലിയാരുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷയം കൃത്യമായി മനസ്സിലാകും. നമുക്ക് ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് CM സ്മരണിക എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചത് എന്താണെന്ന് വായിക്കാം. സഹോദരങ്ങളെ, ഇതാണ് CM സ്മരണിക എന്ന് പറയുന്ന പുസ്തകം. അതിൽ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? വളരെ കൃത്യമായി നമുക്ക് സ്ക്രീനിൽ കാണാം. ഇതിൽ പറയുന്നത് എന്താണ്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാര് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, എന്താണ്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന്. ആരാണ് ഈ ഇഷ്ടദാസൻ? അതിനെക്കുറിച്ച് നമ്മുടെ മുസ്ലിയാർ പറഞ്ഞു തരും. ആരാണ് ഇഷ്ടദാസൻ എന്നത്? ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു മുസ്ലിയാർ പറയുന്നതാണ് നമ്മുടെ വിഷയം. സുന്നത്തിൽ ഇത്രത്തോളം താല്പര്യമുള്ള മഹാന്മാരാണ് അവര്. ആ സുന്നത്ത് ധാരാളം ചെയ്ത് അള്ളാഹുവിലേക്ക് അങ്ങ് അടുത്തപ്പോ അവര് പറയുന്നത് പോലെ അള്ളാഹു കാര്യങ്ങൾ നടത്തി കൊടുക്കുകയാണ്. അവരുദ്ദേശിക്കും പോലെ അള്ളാഹു തആല കാര്യങ്ങൾ നടത്തി കൊടുക്കുകയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ്. വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. എന്റെ അടിമ ഫർളൊക്കെ നിർവഹിച്ച ശേഷം, ആദ്യം ഫർള് നിർവഹിക്കണം. ഫർളാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ളത്. ഫർളിൽ വിട്ടുവീഴ്ച വരുത്താൻ പാടില്ല. ഫർളിൽ വിട്ടുവീഴ്ച വരുത്തുന്ന ഒരാളും ഒരു കാലത്തും ഔലിയാവില്ല. അങ്ങനെ കരുതണ്ട.
ഔലിയാക്കളൊപ്പം അയാളെ ചേർക്കാനും കൂടി പറ്റൂല. ഫർളുകൾ വളരെ കൃത്യമായി നിർവഹിക്കണം. നിസ്കാരമടക്കമുള്ള ഫർളുകൾ വിട്ടുവീഴ്ച വരുത്താതെ നിർവഹിക്കണം. പിന്നെ സുന്നത്തുകൾ ധാരാളം ചെയ്യണം. ആ സുന്നത്തുകൾ അങ്ങനെ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു അവർക്ക് വലിയ ഇഷ്ടം നൽകും. സഹോദരങ്ങളെ, ആ ഉസ്താദ് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരാൾ ഔലിയ ആണെങ്കിൽ, വലിയ ആണെങ്കിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഫർളുകൾ കൃത്യമായി നിർവഹിക്കണം. അതുപോലെ തന്നെ സുന്നത്തുകൾ നിർവഹിക്കണം. മനസ്സിലായല്ലോ? ഇത്രയും കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾക്കേ നമ്മൾക്ക് വലിയ എന്ന് പറയാൻ വേണ്ടി പറ്റൂ എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് നേരത്തെ നമ്മൾ CM സ്മരണികയിൽ നിന്ന് വായിച്ച അതേ കാര്യം തന്നെയാണ് അദ്ദേഹം ഹദീസ് വായിച്ചുകൊണ്ട് പറയുന്നത്. ഇഷ്ടദാസിന്റെ കണ്ണും കാതും കയ്യും ഞാനാകും എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ വായിച്ചല്ലോ. ആ ഖുദ്സിയ ഹദീസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അള്ളാഹു അവർക്ക് വലിയ ഇഷ്ടം നൽകും. ഫൈദാ ഹബ്ബബ്തുഹു, ഞാൻ ആ അടിമയെ ഇഷ്ടപ്പെട്ടാൽ, കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, കേൾക്കുന്ന കേൾവി ഞാനാകും. വയദഹു അല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹു അല്ലതീ യംശീ ബിഹാ, നടക്കുന്ന കാല് ഞാനാകും, പിടിക്കുന്ന കയ്യ് ഞാനാകും എന്ന് പറഞ്ഞാൽ ദൂരവ്യത്യാസമില്ലാതെ, മാധ്യമങ്ങൾ ഉപയോഗിക്കാതെ, കാരണങ്ങൾ ഉപയോഗിക്കാതെ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് അള്ളാഹു എളുപ്പം കൊടുക്കുന്നു. ആ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ മുസ്ലിയാർ ബാക്കി വായിച്ചത്. ഇനി നിങ്ങൾ പറ, CM മടവൂർ എങ്ങനെ ഔലിയാവും? മനസ്സിലായിട്ടില്ല. CM മടവൂരിനെ കുറിച്ച് ഇപ്പൊ ഈ കുറെ പവറുകൾ അദ്ദേഹം പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് UK മജീദ് മുസ്ലിയാർ ആ പവറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. കേട്ടതിന് ശേഷം ഞാൻ ബാക്കി പറഞ്ഞുതരാം. ആയിക്കോട്ടെ. ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചായി പറയുന്നത്. ഇതൊന്ന് കറാമത്തല്ലേ? പിന്നെ ഏതാ കറാമത്ത്? എവിടെ നിന്ന് വിളിച്ചാലും, എപ്പം വിളിച്ചാലും, ആര് വിളിച്ചാലും അവർക്ക് മറുപടി പറയാൻ, അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാനുള്ള പവറാണ് ശൈഖുന നേടിയെടുത്തത്. വെറുതെ അല്ല. അവിടുത്തെ ചരിത്രം ഒന്ന് പഠിക്കണം. ഇങ്ങനെ നേരം പുലരുന്നവരെ എന്റെ അനുഭവം പറഞ്ഞാല്, സഹോദരങ്ങളെ, എന്ത് പവറാണ് നേടിയെടുത്ത് എന്നാണ് UK മജീദ് മുസ്ലിയാർ പറഞ്ഞത്. എവിടെ നിന്ന് വിളിച്ചാലും, എപ്പം വിളിച്ചാലും, എന്തിനു വിളിച്ചാലും അതൊക്കെ കേൾക്കാനും ഉത്തരം ചെയ്യാനും അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും ആ ഒരു പവറ്, അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു പവർ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് UK മജീദ് മുസ്ലിയാർ പറയുന്നത്. ഇതൊക്കെ എന്താണ് കറാമത്തിലെ? പിന്നെ എന്താണ് കറാമത്ത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവമാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്രയും പവർഫുൾ ആ UK മജീദ് മുസ്ലിയാരൊക്കെ തള്ളി മറിച്ച് അങ്ങ് ഇടുമ്പോൾ അതൊക്കെ വിശ്വസിക്കാൻ വിധിക്കപ്പെട്ട കുറെ ആളുകളുണ്ടല്ലോ. അവരൊന്ന് പറ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഉസ്താദാണ് നേരത്തെ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? വലിയാണ് എന്ന് പറയണമെങ്കിൽ, ഒരാൾ വലിയാണെന്ന് പറയണമെങ്കിൽ അയാൾ കൃത്യമായി എന്തായിരിക്കണം? ഫർളുകളൊക്കെ ചെയ്യണം. നിങ്ങളുടെ ചിത്തരമീത്തിൽ അബൂബക്കർ മുസ്ലിയാർ ഫർളുകളൊക്കെ ചെയ്യുന്ന ആളായിരുന്നോ? മറന്നുപോയോ നിങ്ങൾക്ക്? ഉരുളിക്കുന്ന് മുദർരിസായ ഉണ്ണി മോയിൻ ഹാജി ഒരു ദിനമിൽ ഹളുറത്തിൽ ചെന്നിട്ടോതുന്നേ, ഉരിയാടുന്നെല്ലാരും നിങ്ങൾക്കില്ല നിസ്കാരം, അത് ഊർത്തിടണം ശരിയാണോ കാര്യവും തന്നെ. അപ്പൊ എന്താ സംഭവിച്ചത്? കയ്യിൽ ഒരു സ്ക്രീൻ വന്നു. ഹറമിലെ ഇമാമായിരുന്നു. ആര്? ചിത്തരമീത്തര ഔക്കർക്ക ഹറമിലെ ഇമാമായിരുന്നു. ഷെയ്ഖ് സുദൈസൊക്കെ അന്ന് ലീവിലായിരുന്നു. എന്താണ് ഈ പറയുന്നത്? ഇങ്ങനെ ഒരു പാട്ടിറക്കി. ആ പാട്ട് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റാം. ഇനിയോ, നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ലേ അയാൾ നിസ്കരിക്കാറില്ല, നോമ്പ് വെക്കാറില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? നമുക്ക് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറയും, നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. CM എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജ. മൂപ്പര് ചിലപ്പോ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല, നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞങ്ങൾ. മജിദൂബ് ജദുബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ്. എന്തൊക്കെയാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഇപ്പോൾ പറഞ്ഞത്? അദ്ദേഹം മജ്ദൂബായ വലിയാണ്. അദ്ദേഹം നിസ്കരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹം നോമ്പ് നോക്കാറില്ല. അദ്ദേഹം നോമ്പ് നോക്കാതെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ വലിയാകുക? നേരത്തെ നമ്മുടെ ഉസ്താദ് പറഞ്ഞല്ലോ, ആ ഹദീസും അവിടെ പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെ വലിയാകുക? അപ്പോ മജ്ദൂബ് അല്ലേ എന്നാണ്. മജ്ദൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്?
പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറയും, നമുക്കൊന്ന് കാണാം. അഹ്ലുൽ ഗൈബത്ത് എന്നാ പറയാം. അവർക്ക് മജ്ദൂബ് എന്ന് പറയും, ഉഖലാഉൽ മജാനി എന്ന് പറയും. ഉഖലാഉൽ മജാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ. ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ. ഭ്രാന്തനിൽ ബുദ്ധിമാനാണോ? എന്താണ് ഭ്രാന്തനിൽ ബുദ്ധിമാൻ? എന്തൊക്കെയാ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുന്നത്? ഒരാൾ വലിയ ആകണമെങ്കിൽ കൃത്യമായി അദ്ദേഹം ഫർളുകളൊക്കെ ചെയ്യണം. CM മടവൂര് ഫർളുകളൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടില്ല? നിസ്കരിച്ചിട്ടില്ല, നോമ്പ് നോറ്റിട്ടില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം വലിയാകുന്നത്? ഇനിയോ സുന്നത്തുകൾ വേണ്ടേ? അദ്ദേഹം താടി വെച്ചിട്ടുണ്ടോ? താടി വടിക്കാറല്ലേ ഉള്ളത്? അതുപോലെ തന്നെ ഹറാമുകൾ ചെയ്തിട്ടില്ലേ? ഹറാം നിങ്ങൾ പറയുന്ന കാര്യങ്ങളാ ഇതൊക്കെ, ഞങ്ങളെ വക പറയുന്നതല്ല. അദ്ദേഹം ഹറാമ് ചെയ്തിട്ടില്ലേ? ഹറാമ് മാത്രമല്ല, കൊടും ക്രൂരത പോലും അദ്ദേഹം ചെയ്തിട്ടില്ലേ? അതിലേക്കൊക്കെ ഞാൻ പോകണോ? എന്നോട് ദേഷ്യം പിടിക്കേണ്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇങ്ങനെ തുറച്ചു നോക്കൊന്നും വേണ്ട. എന്താണ് ഈ പഹയം പറയുന്നത് എന്ന രീതിയിലൊന്നും നോക്കണ്ട. ഇതൊക്കെ നിങ്ങളുടെ ആളുകൾ പറഞ്ഞു വെച്ചതാണ്. ഓരോന്നോരോന്ന് ഞാൻ കൊണ്ടുവരണോ? നിങ്ങൾ തന്നെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ, CM മടവൂരിനെ കുറിച്ച് എന്തൊക്കെ കറാമത്തായി നിങ്ങൾ ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കൂ. CM സ്മരണികയും അതുപോലെയുള്ള പല സാധനമുണ്ട്, ജീലാൻ പോലെയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വായിക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാരുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കേൾക്കൂ, CM മടവൂരുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും എന്തൊക്കെയാണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന്. അദ്ദേഹം നോമ്പ് നോക്കാറില്ല, നിസ്കരിക്കാറില്ല, താടി വടിച്ചിട്ടുണ്ട്, സ്വർണം ധരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കല് മാത്രമല്ല വലിപ്പിച്ചിട്ടുണ്ട് എന്ന്. അദ്ദേഹത്തിന്റെ ഉസ്താദ് ചുരുട്ട് വലിക്കുന്ന ആളാണ്. പിന്നെ ശിഷ്യൻ അങ്ങനെ ആകാതിരിക്കില്ലല്ലോ, ഉസ്താദിന്റെ ആണല്ലോ കണ്ടുപഠിക്കേണ്ടത്. അന്നേരം ഈ ആളുകളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന്? അദ്ദേഹം സിഗരറ്റ് വലിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. ആരിൽ നിന്ന്? പകര മുസ്ലിയാരിൽ നിന്ന് തന്നെ. പകരപ്പൊട്ടം പറയട്ടെ, കേട്ടോളൂ. ഷെയ്ഖുന അവിടെയുള്ള എന്നോട് തങ്ങൾ പറഞ്ഞതാ, അത് തലീക്കര തങ്ങൾ അബ്ദുൾ റഷീദ്, അദ്ദേഹം ആ കുടുംബത്തിലെ മെമ്പറായിരിക്കും, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അദ്ദേഹം ഇപ്പോഴുള്ള ആളാണ്, ചെറുപ്പക്കാരനാണ്. അവരെ ചെറുപ്പക്കാരൻ പറഞ്ഞാൽ ഷെയ്ഖുനാൻ്റെ കാലത്ത് ഷെയ്ഖുനാൻ്റെ അടുത്തേക്ക് വിളിച്ച്, ഈ റൂമിലേക്ക് ഇവരൊക്കെ വിളിച്ച് ഷെയ്ഖുന എല്ലാവരെ കൊണ്ടും സിഗരറ്റ് കയ്യിലുണ്ട്, അതുകൊണ്ട് വലിപ്പിച്ച്. അതിൻ്റെ സിറ എനിക്കറിയില്ല, ഞാൻ പോത്തിന് മസാല പറഞ്ഞ് വിഷയാക്കണ്ട. സിഗരറ്റ് വലിക്കുന്നവർ പണ്ഡിതന്മാരിലുണ്ടായിട്ടുണ്ടല്ലോ, ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അത് സുന്നത്തൊന്നുമല്ല, അത് ഗുണമില്ല എന്ന് പറഞ്ഞവരുണ്ട്, ഹറാമെന്ന് പറഞ്ഞവരുണ്ട്, പലതുണ്ട്. ഏതായിരുന്നാലും മുഅ്തമദ് ഏതായിരുന്നാലും മുബാഹ് തന്നെ, അത് ഹില്ല് തന്നെയാണ്. മുബാഹ് എന്നല്ല, ഹില്ല് തന്നെയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം അങ്ങനെ ഇവർക്കൊക്കെ വലിക്കാൻ കൊടുത്ത്. ആ റൂം ചെറിയ ഇടുങ്ങിയ റൂമാണ്, അത് നിറയെ പുക നിറഞ്ഞു. ഇപ്പോൾ എന്ത് ശ്വസിക്കുന്നു ചോദിക്കുകയാണ് ഇവരോട്, എന്താ അവിടുത്തെ വാസന? അപ്പോൾ പറഞ്ഞ് ഈ വീടിൻ്റെ വാസന, എല്ലാവർക്കും ചീത്ത വാസന. നിങ്ങൾക്ക് മദീനയുടെ വാസന അറിയണോ? എല്ലാവരും മദീനൻ്റെ വാസന അറിയണമെന്ന് വെച്ചാൽ ആഗ്രഹമില്ലാത്തവരുണ്ടാവില്ലല്ലോ. ഇവരെല്ലാവരും ആന്ന് പറഞ്ഞു. എന്നാൽ ശ്വസിക്കുക. പിന്നെ ഇവർ മണത്തു നോക്കുമ്പോൾ അമിതമായ, എന്താ പറയുക, അത്രയും ആനന്ദകരമായ സ്മെല്ല്, മദീനയിലെ സ്മെല്ല്, മുത്തു റസൂലുള്ളാഹിന്റെ സ്മെല്ല് അവർക്ക് ഷെയ്ഖുന വാസനിപ്പിക്കുകയാണ്. അതിന് ഷെയ്ഖുനാക്ക് കഴിയും, ഇപ്പോഴും കഴിയും. ബന്ധപ്പെട്ട് എനിക്ക് മദീനത്തെ സ്മെല്ല് കിട്ടണമെന്ന് ശാഠ്യം പിടിച്ചാൽ ഇപ്പോഴും തരും. ഷെയ്ഖുനാക്ക് അതിനൊക്കെ കഴിയും. അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, ഉടനെ പറഞ്ഞു അന ഖുതുബുൽ ആലം, അന മുദബ്ബിറുൽ ആലം, അന ഖുതുബുൽ അഖ്താബ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പൊട്ടൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചെറിയ വിഷമമായില്ലേ? ആ വിഷമം ഞാനിപ്പം തീർത്തുതരാം. അദ്ദേഹം എന്താ പറഞ്ഞത്? മദീനയുടെ സ്മെല്ല് വരാൻ വേണ്ടിയാണ് അദ്ദേഹം സിഗരറ്റ് വലിപ്പിച്ചത് എന്നാണല്ലോ പറഞ്ഞത്. നിങ്ങൾ നോക്കണം, ആരുടെ സ്മെല്ലാണ് അദ്ദേഹം എന്നിട്ട് പറയുന്നത്? നിങ്ങൾ പൊട്ടെന്നല്ല, അതിന്റെ അപ്പുറം വിളിക്കും. ഞാൻ എന്റെ മാന്യതക്ക് ഞാൻ അത്രേ വിളിച്ചുള്ളൂ. നിങ്ങൾ സമസ്തക്കാരോടാ പറയുന്നത്. ആരുടെ മണം വരാൻ വേണ്ടി? മദീനയിലെ സ്മെല്ല്, മുത്തു റസൂലുള്ളാഹിന്റെ സ്മെല്ല് അവർക്ക് ഷെയ്ഖുന വാസനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മണം എന്നാ പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തെ ഞാൻ എന്താണ് പിന്നെ വിളിക്കേണ്ടത്? അദ്ദേഹം എന്താ പറഞ്ഞത്? ദജ്ജാലി എന്നല്ലേ ഞാൻ വിളിക്കേണ്ടത്? അദ്ദേഹം എന്ത് തോന്നിവാസമായി ഇപ്പൊ പറഞ്ഞത്? ഈ പറയുന്ന പിന്നെ സിത്തടിമീതൽ ഔക്കറിനെ കുറിച്ചിട്ട് പറയുന്നതൊക്കെ കള്ളത്തരാന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ റസൂലുള്ളാഹിന്റെ പേര് പറയാൻ വേണ്ടി, റസൂലുള്ളാഹിന്റെ സ്മെല്ല് കിട്ടാൻ വേണ്ടി സിഗരറ്റ് വലിപ്പിച്ചു എന്നാ പറഞ്ഞത്. തോന്നിവാസമല്ലേ?
തമ്മാടിത്തരമല്ലേ ഈ പഹയം പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ അതിലൊന്നും ഒരു ഇതുമില്ലേ? നിങ്ങൾ ഉസ്താദിനെ ന്യായീകരിക്കാനാണോ നിങ്ങൾ ഇനി ശ്രമിക്കുക? അത് അങ്ങനെയല്ല മൗലവി എന്നൊക്കെ പറഞ്ഞ് എന്നെ മൗലവി ആക്കിക്കൊണ്ട് എന്തെങ്കിലും വിഡിത്തം പറഞ്ഞ് ആരും വരേണ്ട. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടതാണല്ലോ, ഒന്നുകൂടി കേൾക്കണോ? കേട്ടു നോക്കൂ. മദീനയിലെ സ്മെല്ല്, മുത്തുറസൂറുള്ളാന്റെ സ്മെല്ല് അവർക്ക് ഷെയ്ഖുന വാസനിപ്പിക്കുകയാണ്. ഈ വിവരദോഷി എന്താ ഇപ്പൊ പറഞ്ഞത്? റസൂലുള്ളാന്റെ സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണോ? ഈ പറയുന്ന സിഗരറ്റ് വലിച്ചിട്ട് അതിന്റെ പുകയിൽ നിന്ന് റസൂലുള്ളാന്റെ സ്മെല്ല് ഉണ്ടാക്കി കൊടുക്കാനുള്ള കഴിവ് ഈ പറയുന്ന ചിത്തടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്നൊക്കെ നിങ്ങൾ പറയുന്ന പ്രാന്തന് ഉണ്ട് എന്നല്ലേ ഈ പറയുന്ന പകരപ്പോട്ടൻ വിളിച്ചു പറഞ്ഞത്? എന്താ നിങ്ങൾക്ക് അതിനൊന്നും ഗൗരവമൊന്നുമില്ലേ? പ്രവാചകനോട് നിങ്ങൾക്ക് സ്നേഹമില്ലേ കൂട്ടരെ? ഇതിങ്ങനെ കണ്ട ചട്ടനും പൊട്ടനും വായിക്ക് തോന്നിയത് കോതക്ക പാട്ട് എന്ന രീതിയിൽ പാട്ട് പാടാനുള്ളതല്ല. അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ എന്താണ്? സിഗരറ്റ് വലിക്കാൻ കൊടുത്തു എന്നാ പറഞ്ഞത്. ഹറാമല്ലേ ചെയ്യിപ്പിച്ചത്? എന്തൊക്കെ പറഞ്ഞാലും ഹറാമല്ലേ ചെയ്യിപ്പിച്ചത്? കറാമത്തിന് വേണ്ടി ഹറാമ് ചെയ്യിപ്പിക്കാൻ പാടുണ്ടോ? കറാമത്ത് തെളിയിക്കാൻ ഹറാമ് ചെയ്യാൻ വേണ്ടി പാടുണ്ടോ? നിങ്ങൾ പലതും ഞങ്ങളോട് ചോദിക്കാറില്ലേ കുബൂരികളെ? ഇപ്പോൾ എന്തായി? നിങ്ങളുടെ പകരപ്പോട്ടനാണ് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിന് ഭയങ്കര ലക്കബലയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ. എന്താണ് കാദിമേ റസൂല, അങ്ങനെ എന്തോ ഒരു ലക്കബലയൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ മാനസിക രോഗിക്ക്. ചിത്തടി മീത്തൽ അബൂബക്കറിനേക്കാളും വലിയ മാനസിക രോഗിയാണ് ഈ പകര ബാപ്പൂട്ടി മുസ്ലിയാർ. 1-ാം നമ്പർ ദജ്ജാല്. ആർക്ക് എന്ത് തോന്നിയാലും എനിക്ക് പ്രശ്നമല്ല. റസൂലുള്ളാന്റെ സ്മെല്ല് കിട്ടാൻ വേണ്ടി സിഗരറ്റ് വലിപ്പിച്ചു ആര്? പ്രാന്തനായ ചിത്തടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ. എന്നിട്ട് ഇവരൊക്കെ ഔലിയാക്കളെ മുഷാവറയിലെ അംഗം, മുദബ്ബിറുൽ ആലം, കുത്തുബുൽ ആലം. എന്തൊക്കെ വിവരക്കേടാണോ തമ്മാടികളെ നിങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്? വലിയ സങ്കടമുണ്ട്. നമ്മുടെ നേതാവിനെ കുറിച്ച് നിങ്ങൾ തോന്നിയോ? നിങ്ങൾ ചിത്തടി മീത്തൽ ഔക്കറിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, കാന്തപുര ഔക്കറിനെ കുറിച്ചും പറഞ്ഞോ. അത് ഞങ്ങളെ സംബന്ധിച്ച വിഷയമല്ല. നമ്മുടെ പ്രവാചകനെ കുറിച്ച് തോന്നിവാസം പറയാൻ വേണ്ടി പാടില്ല. അതൊക്കെ കണ്ടില്ല എന്ന് ഞങ്ങൾ നടിക്കില്ല. സഹോദരങ്ങളെ, ഇപ്പോ ചിത്തടി മീത്തൽ ഔക്കർ എന്ന് പറയുന്ന സാധനം എങ്ങനെ ഔലിയാവും? എങ്ങനെ ഔലിയ ആകും? നിങ്ങളൊന്ന് പറ. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചത്? ഇതേ പകരപ്പോട്ടം തന്നെ പറയുന്ന ഒന്നും കൂടി നമുക്ക് കേൾക്കാം. ബഹുമാനപ്പെട്ട ശൈഖുനാക്കുള്ള അധികാരം ചില്ലറല്ല. അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ, അള്ളാഹുവെ ആ പ്രശ്നം തീർത്തു കൊടുക്കണേ, അള്ളാഹുവെ ആ രോഗം മാറ്റി കൊടുക്കണേ. അങ്ങനെ ശൈഖുന പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ശൈഖുനായുടെ ഈ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിയ ശേഷം ശൈഖുന വാക്ക് പറയാനേ ഇല്ല. ശൈഖുന പറയാറ് ഞാനത് മാറ്റിയിരിക്കും, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല, ഞാനത് മാറ്റിയിരിക്കുന്നു, ആ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ മാറി. കിഡ്നി രണ്ടും നഷ്ടപ്പെട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവസാനം മയ്യത്താക്കി കബറിലേക്ക് തിരിച്ചയച്ചതായ ഒരു സഹോദരന്റെ വീട്ടിലേക്ക് ചൂണ്ടിയിട്ട് കൊടുവള്ളിയിലെ ഒരു ദർസ് തുടങ്ങാൻ പോയപ്പോ എനിക്ക് ഒരാൾ, ആ വീട്ടുകാരനാന്ന് പറയാം, 30 വർഷത്തോളം കിഡ്നി രോഗം വന്ന് കിഡ്നിയൊക്കെ പോയി, എന്നിട്ട് ഇനി ഡോക്ടർമാരായിട്ട് ഡയാലിസിസ് വരെ ചെയ്യാനുള്ള പ്രകൃതിയിൽ നിന്ന് മാറിയിരിക്കുന്നു. ആ ടൈമും തെറ്റി, അത് അക്കാലവും കഴിഞ്ഞ്, അതും കുറെ കാലം കഴിഞ്ഞ് ഇനി അതും ഉപകരിക്കാതെ ആൾ മരിക്കാനുള്ള അവസ്ഥയിലെത്തുമ്പോൾ CM-ന്റെ അടുത്തെത്താം. അത് വേണ്ട, ഞാനത് മാറ്റിയിരിക്കുന്നു. പിന്നെയും അദ്ദേഹം ജീവിക്കുകയാണ് കൊല്ലങ്ങളോളം. ഇത് കിഡ്നി നഷ്ടപ്പെട്ട് 2ന്റെ പ്രവർത്തനം 100ക്ക് 100 നിലച്ച്, പിന്നെ ഡയാലിസിസ് ചെയ്ത് വൃത്തിയാക്കുന്ന രക്തം ശുദ്ധിയാക്കുന്ന പണിയും ചെയ്ത് പിന്നെയും കൊല്ലങ്ങൾ കഴിഞ്ഞ്, പിന്നെ അതും നടക്കാതെ വരുമ്പോൾ CM വലിമാനെത്തുമ്പോൾ അത് വേണ്ട, ഞാനത് മാറ്റിയിരിക്കുന്നു. മാറുകയാണ്. വെറും ഒരു ലഭ്യമല്ലാതെ അതൊരു അധികാരം തന്നെയാണ്. പകരപ്പോട്ടം പറഞ്ഞത് ഡയാലിസിസിന്റെ അവസ്ഥയെത്തി മരിക്കാനായി, അങ്ങനെ ലാസ്റ്റ് എൻഡിൽ സിനിമ കഥയാണ് ഇത് പറയുന്നത്. ലാസ്റ്റ് എൻഡിലെത്തിയപ്പോഴാണ് ചിത്തടി മീത്തൽ ഔക്കറിന്റെ അടുത്തേക്ക്, അന്നേരമാണ് അവർക്ക് ബോധം വന്നത് ഇങ്ങനെ ഒരു മുതലിടി ഉണ്ടല്ലോ, നമുക്ക് ആ മുതലിന്റെ അടുത്തേക്ക് പോകാന്ന്. അങ്ങനെ ചിത്തടി മീത്തൽ ഔക്കറിന്റെ അടുത്തേക്ക് പോയ സമയത്ത് ചിത്തടി മീത്തൽ ഔക്കർ സാധാരണക്ക് എന്താ ചെയ്യാറുള്ളത്? എന്താണ് ഇപ്പൊ പകരപ്പോട്ടം പറഞ്ഞത്? സാധാരണ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറാണ് ഉണ്ടായത്. പിന്നെയോ ഈ പറയുന്ന മറ്റേ സാധനം കുടിച്ചല്ലോ, കഫവും വെള്ളവും എല്ലാം. ആ വെള്ളമെല്ലാം കുടിച്ചതിന് ശേഷം കിട്ടിയ ആ ഒരു പവർ ഉണ്ടല്ലോ, ആ പവർ പ്രകാരം പിന്നെ അള്ളാഹുമ എന്നല്ല പറയാറുള്ളത്. നിങ്ങൾക്ക് രോഗം വേണ്ട, നിങ്ങൾക്ക് രോഗമില്ല, അങ്ങനെ രോഗം ഇല്ലാതെയാക്കി കൊടുത്തു. ആർക്ക്? ഒരു കിഡ്നിയൊക്കെ പോയി ഡയാലിസിസിന്റെ പരിധിയൊക്കെ കഴിഞ്ഞ് അങ്ങ് മരണത്തോട് അടുത്ത ഒരു മനുഷ്യന് എല്ലാം ശരിയാക്കി കൊടുത്തു. പിന്നെ അദ്ദേഹം ഒരാഴ്ച കൊണ്ട് നല്ല ഉഷാറായിട്ട് അങ്ങ് നടന്നു പോയി. ഇതൊക്കെ വിശ്വസിക്കുന്ന മന്ദബുദ്ധികളെ നിർത്തിക്കൂടെ ഈ പരിപാടി? എന്ത് വിവരക്കേടാണ് ഈ വിളിച്ചു പറയുന്നത്? ഇത് എന്തെങ്കിലും അവസ്ഥയിലാണോ ഇവരൊക്കെ ഉള്ളത്? ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ പച്ച നുണ വെച്ച് കാച്ചുമ്പോ
കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ടേ? അള്ളാഹുലോ വിശ്വാസമില്ല, ദീനിനോടോ കൂറില്ല. എന്നാൽ ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് എന്ന ആ ഒരു ചിന്ത വേണ്ടേ? സംഘികളുടെ വേറൊരു ടൈപ്പാ. എന്താണിത്? ഇവരൊക്കെ ഒരു അലങ്കാരമായി ഇങ്ങനെ കൊണ്ടു നടക്കാൻ പാടുണ്ടോ കുബൂരികളെ? എന്തൊരവസ്ഥയാണ് സഹോദരങ്ങളെ, ചിന്തിക്ക്. നമ്മൾ ഉസ്താദിന്റെ സംസാരം ഒന്നുകൂടി കേൾക്ക്, എന്നാൽ ചിലപ്പോ നിങ്ങൾക്ക് എവിടെയെങ്കിലും കത്തിനെങ്കിലോ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ്. വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. എൻ്റെ അടിമ ഫർളൊക്കെ നിർവഹിച്ച ശേഷം, ആദ്യം ഫർൾ നിർവഹിക്കണം. ഫർളാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ളത്. ഫർളിൽ വിട്ടുവീഴ്ച വരുത്താൻ പാടില്ല. ഫർളിൽ വിട്ടുവീഴ്ച വരുത്തുന്ന ഒരാളും ഒരു കാലത്തും ഔലിയാവില്ല. അങ്ങനെ കരുതണ്ട. ഔലിയാക്കളൊപ്പം അയാളെ ചേർക്കാനും കൂടി പറ്റൂല. ഫർളുകൾ വളരെ കൃത്യമായി നിർവഹിക്കണം. നിസ്കാരമടക്കമുള്ള ഫർളുകൾ വിട്ടുവീഴ്ച വരുത്താതെ നിർവഹിക്കണം. ഔലിയാൻ പറ്റുമോ? ചിത്തടി മീത്തൽ ഔക്കറിന് ഔലിയാൻ പറ്റുമോ? ഔലിയാണോ? നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? ഈ ഉസ്താദ് പറഞ്ഞത് സത്യമാണ് എങ്കിൽ നിങ്ങൾക്കിത് പറയാൻ ഇനി പറ്റുമോ? ചിത്തടി മീത്തൽ ഔക്കർ ഔലിയാണ് എന്ന്. നിങ്ങൾ ഔലിയ എന്ന് പറയുന്ന പല എണ്ണത്തിനെയും നിങ്ങൾക്ക് ഔലിയ എന്ന് പറയാൻ പറ്റുമോ? വലിയാണെന്ന് പറയാൻ പറ്റുമോ? സഹോദരങ്ങൾ, കുറച്ചൊക്കെ ചിന്തിക്ക്. വെറുതെ മുജാഹിദിനോടുള്ള വാശിയൊക്കെ നിങ്ങൾ വിട്. മുജാഹിദിനോടുള്ള വാശി, മുജാഹിദ് ഇതെല്ലാം നമുക്ക് മാറ്റിവെക്കാം. മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് ഇതെല്ലാം മാറ്റിവെക്കാം. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ലേ? ഇതൊക്കെ ഔലിയാക്കളൊക്കെ ഉള്ളതല്ലേ? കറാമത്തലും ഇല്ലതല്ലേ? നമ്മൾ ആരൊക്കെ നിഷേധിക്കുന്നുണ്ടോ? പക്ഷെ ഈ പറയുന്ന രൂപത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ പെരിച്ചായി തോന്നണം തല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങൾ, ഈ പുരോഹിതന്മാരുടെ പിന്നാലെ നമ്മൾ പോകരുത്. ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞതല്ലേ, പണ്ഡിത പുരോഹിതന്മാർ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നു. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നില്ലേ? നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഈ കുബൂരികളുടെ പിന്നാലെ, പുരോഹിതന്മാരുടെ പിന്നാലെ പോകരുത്. ഇവർ നിങ്ങളെ പിഴപ്പിക്കുകയാണ്. അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ഇങ്ങനെ വലിയ ലക്കബലയും എസ് പോലത്തെ പേരും, അതുപോലെ തന്നെ ഒരു തൊപ്പിയും, അതിന്റെ മുകളിൽ ഒരു തലയിക്കെട്ട്, പിന്നെ ഒരു ഷാളും, പിന്നെ ഒരു വലിയൊരു കുപ്പായവും, കരയില്ലാത്ത തുണിയും, പിന്നെ ഒരു ഷൂവും, അതേപോലെ തന്നെ കയ്യിൽ ഒരു ദസ്ബിയക്കലയും മറു കയ്യിൽ ഒരു ടവലും, ഇങ്ങനെയൊക്കെ ആയി ഒന്നിങ്ങനെ നടന്ന് അഹങ്കാരത്തോടെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ് മുസാഫിന്റെ ഉറയെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ആണോ? അതുകൊണ്ട് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.